ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മളിവിടെ ഒരു ലോക്കൽ മാർക്കറ്റ് വിസിറ്റ് ചെയ്തു. സാറ്റർഡേയ്സും സൺഡേയ്സും മാത്രമാണ് ഈ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുക. ഇന്നിവിടെ വന്നപ്പോൾ തന്നെ കണ്ടത് കുറേ സാധനങ്ങൾ ഓരോരോ സെഷനായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന അത്രയും ഡ്രസ് മെറ്റീരിയൽസും അതേപോലെ റെഡിമെയ്ഡ് ഡ്രസ്സസുമാണ്. ഇതിൽ കുറേയൊക്കെ സെക്കൻഡ് ഹാൻഡ് ക്വാളിറ്റീസ് ആയിരിക്കും, പക്ഷേ എന്നാൽ കുറേതൊക്കെ പുതിയതായിരിക്കും. എന്നാൽ എല്ലാത്തിനും നല്ല അത്യാവശ്യം വില കുറവുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല വില കുറവുണ്ട് ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്കും. അതിൻ്റെയൊക്കെ ക്വാളിറ്റിയൊക്കെ കണക്കായിരിക്കും, പക്ഷേ എന്നാലും അഫോർഡബിളായിട്ട് നമുക്ക് ഡ്രസ് മെറ്റീരിയൽസ് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. അതിനുശേഷം പിന്നെ കണ്ടത് കുറേ ഫാൻസി മെറ്റീരിയൽസാണ്. ഗേൾസിന് പറ്റിയ ഫാൻസി ഓർണമെൻറ്റ്സും അങ്ങനത്തെ കുറേ മെറ്റീരിയൽസൊക്കെ കണ്ടു. പിന്നെ ഈ ഡ്രസ് സെക്ഷൻ തന്നെ കണ്ടിന്യൂ ചെയ്തു, കുറേ ഉണ്ടായിരുന്നു. ഇത് ഓരോരോ ലെവലായിട്ടാണ് തീരുന്നത്. അതിനുശേഷം കണ്ടതാണ് ഈ ഷൂസിൻ്റെയും ചെരുപ്പിൻ്റെ സെക്ഷൻ. ഇവിടെ തന്നെ അത് റിപ്പയറും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആ ടെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് പുറത്ത് തന്നെ കുറേ ഡ്രസ്സിങ്ങനെ ഓപ്പണായിട്ട് വിൽക്കാൻ വെച്ചേക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത ടെൻറ്റിലോട്ട് പോയപ്പോൾ കണ്ടത് ഫുള്ളും മീറ്റായിരുന്നു. ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, മട്ടൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം അത്യാവശ്യം നല്ലൊരു റേറ്റിനാണ് ഇവിടെ കിട്ടുന്നത്. അതും അത്യാവശ്യം ഫ്രഷ് ആയിരുന്നു. ബാക്കി നമുക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടുന്ന ഫ്രോസൺ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഫ്രഷ് മീറ്റ് കിട്ടുമായിരുന്നു. അതിനുശേഷം കണ്ടത് കുറേ പാക്ഡ് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. നീഡോയുടെ പൊടിയും അതേപോലെ തന്നെ വേറെ പല നമുക്കിവിടെ അവൈലബിൾ അല്ലാത്ത പൊടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ കണ്ടത് പച്ചക്കറികളുടെ കടയിലോട്ടാണ് ഞങ്ങൾക്ക് പോയത്. അവിടെ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഈ തിരക്കൊന്ന് കുറയട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിന്നു, എന്നിട്ടും കുറഞ്ഞില്ല. പിന്നെ അവസാനം കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഇലക്ട്രോണിക്സ് ഐറ്റത്തിൻ്റെ സ്റ്റോറുകൾ കണ്ടത്. ഇവിടെ എല്ലാത്തിനും അത്യാവശ്യം വില കുറവുണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളൊന്നും മേടിച്ചില്ല. അതിനുശേഷം നടന്നപ്പോഴാണ് ഇവിടെ ഒരു മുടി വെട്ടുന്ന കട കണ്ടത്. ഇവിടെ ഏറ്റവും ലാഭത്തിന് മുടി വെട്ടുന്നത് ഇവിടെ മാത്രമാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അതിനുശേഷം പിന്നെയും പോയി ഇതേപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റോഴ്സ് കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് ക്രോക്കറീസിൻ്റെ സ്റ്റോർ കണ്ടു. ഇവിടെ നമുക്ക് അത്യാവശ്യം പാത്രങ്ങളൊക്കെ നല്ല വില കുറവിൽ കിട്ടുമായിരുന്നു. ഞങ്ങളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, എങ്ങനെയുണ്ട് ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് തന്നെ പാത്രങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ നിന്നൊന്നും വാങ്ങിയില്ല. അതിനുശേഷം കണ്ടത് മലക്കറികളുടെ കടകളായിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ വിലയൊക്കെയാണ് ആദ്യം നോക്കിയത്. സൂപ്പർ മാർക്കറ്റിൻ്റെയും ഹൈപ്പർ മാർക്കറ്റിൻ്റെയൊക്കെക്കാളും നല്ല വില കുറവുണ്ടായിരുന്നു ഇവിടെ. അത്യാവശ്യം ഫ്രഷും ആയിരുന്നു ഇവിടെ. അത്യാവശ്യമുള്ള എല്ലാ പച്ചക്കറികളും ഇവിടെ തന്നെ കിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാരറ്റും ബ്രിഞ്ചാളും ലേഡീസ് ഫിംഗറും അതെല്ലാം എടുത്തു. അതിനുശേഷം കണ്ടതാണ് പൊട്ടറ്റോ. ഇവിടെ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടായിരുന്നത് ഉരുളക്കിഴങ്ങിനായിരുന്നു. പിന്നെ കണ്ടത് ഫ്രൂട്ട്സ് ആയിരുന്നു. ഫ്രൂട്ട്സിൽ തന്നെ ആപ്പിൾ കണ്ടപ്പോഴത്തേക്ക് ലാഭം തോന്നി. ഓറഞ്ചിന് പക്ഷേ കുറച്ച് വില ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് ആപ്പിളൊക്കെ എടുത്തു. പിന്നെ കണ്ടത് സവാളയും വെളുത്തുള്ളിയും ഒക്കെ ആയിരുന്നു. സവാളയ്ക്കും അത്യാവശ്യം വില കുറവായിരുന്നു. ക്യാരറ്റ് ഉണ്ടായിരുന്നു. ക്യാരറ്റൊക്കെ 1 കിലോ പാക്കറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും വില കുറവുണ്ടായിരുന്നു. അവിടെ നിന്നപ്പോൾ കുറച്ച് ഇന്ത്യക്കാരെയൊക്കെ പരിചയപ്പെട്ടു. അതിൽ 2-3 മലയാളികളെയും പരിചയപ്പെട്ടു. പിന്നെ നോക്കിയപ്പോൾ ഒരു വലിയ ക്യൂ ആയിരുന്നു ബില്ലിംഗ് കൗണ്ടറിലോട്ട്. അതിനുശേഷം ഞങ്ങളിവിടെ ക്യൂ നിന്ന് ബില്ലടിച്ചു. ഇവിടെ മാത്രമേ കാർഡ് എടുക്കത്തുള്ളൂ. ബാക്കി ഞങ്ങൾ പുറത്ത് പോയി കണ്ടപ്പോഴത്തേക്കും മീൻ വയ്ക്കുന്ന കടകളൊക്കെ കണ്ടു. പക്ഷേ ഇവിടെ എല്ലാം ക്യാഷോ അല്ലെങ്കിൽ സ്വിഷോ മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ ഗൈസ്, ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ മാർക്കറ്റ് വിശേഷങ്ങൾ. ഇനിയുള്ള സ്വീഡൻ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.